തൊടിയപുലത്ത് 14-കാരിയെ കഴുത്ത് ഞെരിച്ചു കൊന്ന 16 വയസ്സുകാരൻ. എന്നത്തെയും പോലെ ആ 14 വയസ്സുകാരി സ്കൂളിലേക്ക് ഇറങ്ങിയതായിരുന്നു. പിന്നെയാണ് അറിയുന്നത് അവൾ കൊല്ലപ്പെട്ടെന്നും അവളെ കൊന്നത് അവളോട് എപ്പോഴും പ്രണയമാണെന്ന് പറഞ്ഞിരുന്ന അവളുടെ സുഹൃത്താണെന്നും. ഇന്നത്തെ കാലത്ത് പ്രണയം ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. എല്ലാവർക്കും പ്രണയിക്കണം. പല പെൺകുട്ടികളും അറിയുന്നില്ല അവരോട് പ്രണയമാണെന്ന് പറഞ്ഞു വരുന്നത് അത് പ്രണയമാണോ അല്ല കാമമാണോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. വെറും +1 പഠിക്കുന്ന ആ 16-കാരൻ്റെ മനസ്സിൽ ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തണം എന്നുള്ള ചിന്ത എവിടെ നിന്നാണ് വരുന്നത്? ഇനി എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളോടാണ്. നമ്മുടെ മക്കളെ നിർബന്ധമായിട്ടും പഠിപ്പിച്ചിരിക്കേണ്ട ചില മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ് ഉണ്ട്. അത് നമ്മൾ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അവർ ഇങ്ങനത്തെ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളൊന്ന് മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളുടെ വീട്ടിലെ നമ്മളുടെ പെങ്ങന്മാർക്കാണ് ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? നമ്മളുടെ സഹോദരിമാർ അവർ പറയുന്നത് നമ്മൾ ഓപ്പണായി കേൾക്കാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ ആക്കിയെടുക്കണം. കാരണം അവരാണ് ഓരോ കുടുംബത്തിൻ്റെയും ഭാവി വരദാനം എന്ന് പറയുന്നത്. അപ്പം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്.